ജഗന്റെ വർക്ക്ഷോപ്പിലെ ജോലി നഷ്ടപ്പെട്ടു. കടകൾ തോറും ഇരന്ന് നടന്നിട്ടും ആരും ജോലി കൊടുക്കുന്നുമില്ല. ഇതിന്റെ പിന്നിലാരാ? എനിക്കറിയില്ല. അതെ, എന്നെ വെറുതെ വിഡ്ഢിയാക്കരുത്. എല്ലാം എനിക്ക് മനസ്സിലായി. വന്ദനയുടെ തലേണ മന്ത്രത്തെക്കാൾ ശക്തി ആനന്ദവല്ലി ചേച്ചിയുടെ സമ്മർദ്ദത്തിനും ശുപാർശയ്ക്കും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനാണതെല്ലാം ചെയ്യിച്ചതെന്ന് നല്ല ഭംഗിയായി തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങളെ കൊണ്ട് പറ്റി അല്ലേ? എന്തിനിങ്ങനെ ദ്രോഹിക്കുന്നു എന്ന് ചോദിച്ച് ജഗൻ എന്റെ മുന്നിൽ വന്ന് കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞു. ആ കരച്ചില് കണ്ട് നെഞ്ചു പിടഞ്ഞിട്ടാ ഞാനും ഇവിടെ വന്നിരുന്ന് സങ്കടപ്പെട്ടത്. അല്ലാതെ വന്ദനയുടെ കുതന്ത്രം കേട്ടിട്ടൊന്നും അല്ല. കേട്ടോടി, മേലിൽ എന്റെ മകനെ കുറിച്ചൊരു വാക്ക് പോലും മറ്റാരും ഇവിടെ മിണ്ടിപ്പോരുത്. മിണ്ടിയാൽ ഈ കുറുപ്പിന്റെ മറ്റൊരു മുഖം എല്ലാവരും കാണും. അന്ന് ആന പിടിച്ചാൽ പോലും ഈ കുറുപ്പിനെ നിയന്ത്രിക്കാനാവില്ല. ഓർത്തോ? മനസ്സിലായോടി? എടി വിദ്യേ, അച്ഛൻ ഇപ്പൊ തന്നത് സാമ്പിള് മാത്രം. ഇനി തരുന്നതേ വെടിക്കെട്ടായിരിക്കും. വെടിക്കെട്ട് അത് താങ്ങാനുള്ള ആരോഗ്യം ഈ ഞാഞ്ഞൂല് പോലുള്ള ശരീരത്തിന് കാണില്ല. എടി പെണ്ണെ, നിർത്തിക്കോ നീ. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്. അതെ, ആനന്ദവല്ലിയപ്പച്ചയ്ക്ക് ബോഡി ഹീറ്റ് ആണെന്നറിയാം. കുടിക്കാൻ തണുത്ത മോരെന്തെങ്കിലും എടുക്കട്ടെ? ഓ പോയി. കിട്ടേണ്ടത് കിട്ടിയപ്പോ എന്ത് സുഖം. വിദ്യേ, ചെറ്റത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടാൻ അപ്പച്ചിയും തല്ലുകൊള്ളാൻ ഞാനും. എനിക്കിനി അപ്പച്ചിയുടെ പുറകെ നടക്കാൻ കഴിയില്ല. മതിയായ എനിക്ക്. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഉദ്ദേശം ഒന്നേ ഉള്ളൂ, എന്റെ ഹരിതക്കുട്ടിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. നമ്മള് പ്രേമിച്ചറിഞ്ഞതിനേക്കാൾ കൂടുതൽ. പ്രേമം മണ്ണം കെട്ട. നിന്റെ പ്രേമവും സ്നേഹവും ഒക്കെ എനിക്കിപ്പോ വീർപ്പുമുട്ടലായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഹരിത, നീ പറയുന്നത്? നല്ലൊരു കുടുംബത്തിൽ ജനിച്ചവള ഈ ഹരിത. നിന്റെ ചക്കരെ തേനെ പാലെന്നുള്ള വിളി കേട്ട് നിന്റെ പഞ്ചാര പ്രേമത്തിൽ വീണ് വീടും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് നിന്നോടൊപ്പം ഇറങ്ങി തിരിച്ചവളായി ഞാൻ. അതിന് നിനക്കിവിടെ എന്തിനു കുറവാ? നിന്നെ ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്നില്ലേ? എടാ മരക്കഴുതേ, സ്നേഹം ഉരുട്ടി തിന്ന് ജീവിക്കാൻ പറ്റുമോ? ഇവിടെ ഇപ്പോഴേ കിച്ചൺ രണ്ട് പാചകവും. മൂന്നാമതൊരു പാചകം തുടങ്ങാൻ അധികം നേരമൊന്നും വേണ്ടി വരില്ല. കൊരിതോ, നീ ഉടനെ ഒരു ജോലി കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും. ആനന്ദവല്ലിയപ്പച്ച ഉള്ളിടത്തോളം നീ അങ്ങോട്ട് പോവില്ലെന്ന് പറഞ്ഞിട്ട്? അതിന് ആര് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്കാ പോകുന്നേന്ന്? പിന്നെ ഞാൻ വല്ല ഗൾഫ് കൺട്രിയിലും പോയി ജോലി എടുത്ത് ഒറ്റയ്ക്ക് മനസമാധാനത്തോടെ ജീവിക്കും. അല്ല ഹരിതേ, അപ്പം ഞാനോ? നീ എന്റെ കാര്യം മറന്നോ? മറക്കാതിരിക്കണമെങ്കിൽ ഉടനെ കൊള്ളാവുന്ന വല്ല ജോലിയും കണ്ടെത്തണം. നാളെ തന്നെ അതിനുള്ള പരിശ്രമം ഞാൻ തുടങ്ങും. സത്യം. എനിക്കങ്ങോട്ട് വരാവോ? അതിനെന്താ, വാമേ. എന്താ അമ്മേ? അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടല്ലോ.
എന്താ അമ്മേ? എനിക്ക് കുറച്ച് രൂപ വേണമായിരുന്നു. അമ്മേ, എന്റെ കയ്യിൽ എവിടുന്ന അമ്മ പണം? എനിക്ക് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാന്ന് അമ്മയ്ക്ക് അറിയാലോ. വീട്ടു ചെലവിനുള്ള കുറച്ച് കാശ് പ്രകാശം തരുന്നുണ്ട്. ബാക്കി പണം മാധവേട്ടനല്ലേ ചെലവാക്കിയിരുന്നത്. പണിയൊന്നുമില്ലാത്ത മാധവേട്ടന്റെ കയ്യിലിപ്പോ അതിനുള്ള പണമില്ല. ആ അവസ്ഥ നീയും മനസ്സിലാക്കണ്ടേ? നിനക്ക് പണം തന്ന് സഹായിച്ചതിന്റെ വൈരാഗ്യമൊക്കെ പ്രകാശിന് ഇപ്പോഴും ഉണ്ടെന്ന് നിനക്കറിയാലോ. ചെലവിന് തരുന്ന രൂപ കഴിച്ച് ഒരു രൂപ പോലും അവന്റെ ഇന്ന് കടം വാങ്ങാൻ പറ്റില്ല. ആ സാഹചര്യം മനസ്സിലാക്കിയെങ്കിലും എന്തെങ്കിലും ഒരു പണിക്ക് പോയിക്കൂടെ നിനക്ക്? അച്ഛനമ്മമാരെ ദ്രോഹിച്ച ചരിത്രം അല്ലാതെ ഒരു നയാ പൈസയ്ക്ക് പോലും സഹായിച്ച ചരിത്രം ഉണ്ടോ നിനക്ക്? 2 ആൺമക്കളെ പ്രസവിച്ച എനിക്ക് അവരെ ഓർത്ത് അഭിമാനിക്കാനല്ല, നിരാശപ്പെടാനാ വിധി. മോനെ, ഇത്രയും നാളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. അത്രയ്ക്ക് ഗതിയില്ലാത്തൊരവസ്ഥ വന്നതുകൊണ്ട്. ഹരിതേ, നിന്റെ കയ്യില് കുറച്ച് പണം കടം തരാൻ കാണുമോ? അമ്മ പറഞ്ഞു കേട്ട് നിനക്കൊരു വിഷമം തോന്നിയില്ലേ? എന്തിനു തോന്നണം? അമ്മ പറഞ്ഞത് സത്യമല്ലേ? ഞാൻ അവരുടെ പണം വാങ്ങി ദൂർത്തടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് പലപ്പോഴും നീയും പങ്കുവച്ചിട്ടില്ലേ? ആ നിലയ്ക്ക് അമ്മയുടെ വാക്ക് നിനക്കും കൊള്ളേണ്ടതല്ലേ? നാണമില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? ഭർത്താവിന്റെ പൈസയുടെ പങ്ക് പറ്റിയെന്ന് പോലും. ഹരിതേ, അമ്മയ്ക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കണമെന്നുണ്ട്. കടമായിട്ട് തന്നാ മതി, ഞാനത് തിരിച്ചു തന്നോളാം. പ്ലീസ്. അമ്മ, എന്താ? എന്താ മോളെ ഇത്? കുറച്ച് പണം അമ്മേ. ഇത് നിനക്ക്? കട്ടതോ മോഷ്ടിച്ചതോ ഒന്നുമല്ല. പ്രകാശേട്ടന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് എടുത്തു വെച്ച പൈസയല്ല. ഇതെന്റെ അമ്മ എച്ചിൽ പാത്രം കഴുകി ഉണ്ടാക്കിയ പൈസയാ. ഉറുമ്പ് കൂട്ടുന്നത് പോലെ കൂട്ടിവെച്ച് എനിക്ക് തരും. ഇതുവരെ ഒരു നല്ല സാരി പോലും എടുത്തിട്ടില്ല എന്റെ അമ്മ. ഒരു സാരി പോലും എനിക്ക് വാങ്ങിക്കൊടുക്കാനും പറ്റിയിട്ടില്ല. മോളെ, ഈ പൈസ എനിക്ക് വേണ്ട. ഇത് വാങ്ങിയ നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് അമ്മ ഇത് വാങ്ങണം. വേണ്ട മോളെ. എന്റെ അമ്മയുടെ കാശായതുകൊണ്ടാണോ? ഈ കാശ് ഞാൻ അമ്മയ്ക്ക് തന്നു എന്ന് കേട്ടാ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയായിരിക്കും. ഈ മനസ്സ് അമ്മയുടെ വയറ്റിൽ പറഞ്ഞ എന്റെ ഭർത്താവിന് മനസ്സിലായില്ലെങ്കിലും
എന്റെ അമ്മയ്ക്ക് നന്നായി മനസ്സിലാകും. മോളെ ഈ പണം പുറത്തു പോകുമ്പോ എന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നതാ. എന്റെ അച്ഛനെ എനിക്ക് തന്ന പണവാ. ഈ പണം കൊണ്ട് നീ അമ്മയെ സഹായിച്ച് അങ്ങനെ ഇപ്പൊ ഞെളിയണ്ട. പണം വേണമെങ്കിൽ പോയി പണിയെടുത്തുണ്ടാക്കടാ. നീ എന്താ പറഞ്ഞ? നീ ദൂർത്തടിച്ച കാശിന് ഞാനും പങ്കുപറ്റിയിട്ടുണ്ടെന്നോ? ഉണ്ടാകാം, അതൊരു ഭാര്യയുടെ അവകാശം. അല്ലാതെ ഈ കുടുംബത്തോടുള്ള ബാധ്യതയാവുന്നില്ല. മനസ്സിലായോ? ഇപ്പോഴത്തെ അവസ്ഥയില് എന്തവസ്ഥ? അവസ്ഥയൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്നല്ലേ. മനോജ്, നിന്നോട് ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചതാ. കുളിച്ചു കുട്ടപ്പനായി മീശയും വെച്ച് നടന്ന ആണാവില്ല. ആണാണെന്ന് പെണ്ണിന് തോന്നണം. അങ്ങനെ തോന്നണമെങ്കിൽ ഒരു തളർച്ച വന്ന താങ്ങാവൻ താലി കെട്ടിയവൻ അവൾ കൊണ്ടാവുമെന്ന് ഉറപ്പ് വേണം. ആ ഉറപ്പ് നൽകാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റുമ്പോ നീ വാ. നീ പറയുന്നവർക്ക് ഈ പണമല്ല, എന്റെ ചങ്ക് പറിച്ച് ഞാൻ തരും. വേണ്ട, ഇതുവരെ വാക്കുകൾ വളരെ സൂക്ഷിച്ചാ ഉപയോഗിച്ചത്. ഇനി അതിന് പറ്റിയെന്ന് വരില്ല. അത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡാ ഞാൻ. മനോജ്, പ്ലീസ് ലീവ് മീ. ഇനി മുതൽ എന്നും രാവിലെ നടത്തും. പിന്നെ തിരിച്ചു വരുമ്പോ പച്ചക്കറിയും വാങ്ങാം. കൊള്ളാങ്ങളെ, സൂപ്പർ ഐഡിയ. ഷേർലി മിസ് പറഞ്ഞു പച്ചക്കറികൾ കഴിക്കണോന്ന്, രാവിലെ നടക്കാനും വേണമെന്ന്. മിസ്സിന് ദൂരമുണ്ട്. അങ്കിളെ, മിസ് ഒരു കാര്യം കൂടി പറഞ്ഞു. അതെന്താ? എന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം കഴിക്കുന്നത് നല്ലതാണെന്ന്. മിസ് അങ്ങനെയൊക്കെ പറഞ്ഞോ? ആഹാ, ആ മിസ് കൊള്ളാലോ. ഇനി വിളിക്കുമ്പോ ആ മിസ്സിനോട് എനിക്കൊന്ന് ചോദിക്കണം. വന്ദനമ്മ, നോക്കിയേ, നമ്മൾ ഫ്രണ്ട് ഡോറ് പൂട്ടിയിട്ടല്ലേ പോയത്. ഇപ്പൊ ദേ തുറന്നു നടക്കുന്നു. ജഗൻ വാതില് പൂട്ടിയിട്ടല്ലേ ഇറങ്ങിയത്? ആ അതെ. താക്കോല് കണ്ടില്ലേ? ഈ താക്കോൽ എന്റെ കയ്യിലിരിക്കുമ്പോ വേറെ ആരാ വാതിൽ തുറക്കാൻ? പിന്നെ ആരാ വാതില് തുറന്നത്? ജഗനങ്ങളെ, വല്ല കള്ളന്മാരും ആയിരിക്കോ? അതറിയണമല്ലോ. വാ നോക്കാം. നിങ്ങൾ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. രാവിലെ 3 പേരും കൂടെ നടക്കാൻ ഇറങ്ങിയാണോ? ആ, മലക്കറി കിറ്റൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ വീട് പൂട്ടിയിട്ടാണല്ലോ പുറത്തേക്ക് പോയത്. പണിക്കരേട്ടനാണോ വാതിൽ തുറന്നത്? അതെ, വീട്ടുടമസ്ഥന്റെ കയ്യില് ഒരു സ്പെയർ താക്കോല് കാണുമല്ലോ, അതുപയോഗിച്ചാണ് തുറന്നത്. അത് മര്യാദയല്ലോ പണിക്കരേട്ടാ.
നിങ്ങൾ ഈ വീടിന്റെ ഉടമസ്ഥനാ, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ആവശ്യപ്പെട്ട പണം തന്നിട്ടാണ് ഞങ്ങൾ ഈ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നത്. ആ സ്ഥിതിക്ക് കാലാവധി കഴിയുന്നത് വരെ ഈ വീടിന്റെ അവകാശം ഞങ്ങൾക്കാ. ഇവിടെ വന്ന് ഞങ്ങളുടെ അനുവാദമോ സമ്മതമോ കൂടാതെ തുറന്ന് കയറിയത് മോശമായി. അത് ഒരു ന്യായീകരണവും വേണ്ട. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും എടുക്കണമായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ ഉള്ള സമയത്ത് വരണമായിരുന്നു. അല്ലാതെ ഇത് ഒരുമാതിരി. ജഗ, ചെയ്തത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞാൽ ചെയ്തേ പറ്റൂ. അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് അദ്ദേഹത്തോട്. ജഗ, മറ്റൊന്നും തോന്നരുത്. നിങ്ങൾ ഈ വീടൊഴിഞ്ഞ് തരണം. ഒരുമാതിരി. നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ്. അതെനിക്ക് നടപ്പിലാക്കിയേ പറ്റൂ. നിങ്ങൾക്ക് എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തിറങ്ങിക്കോളൂ. നടക്കില്ല. ഇവിടുന്നേ ഞങ്ങൾ എങ്ങോട്ടും ഇറങ്ങാൻ പോകുന്നില്ല. ഇത് എൻ്റെ വീടാണ്. കോടതിയും പോലീസും ഒക്കെ എൻ്റെ കൂടെ നിൽക്കൂ. അതുകൊണ്ട് വെറുതെ വാശിയും വൈരാഗ്യമൊന്നും വേണ്ട. ഇപ്പം എൻ്റെ ആവശ്യം അംഗീകരിക്കുക. പണിക്കരേട്ടാ, വാശിക്കും ഭീഷണിക്കും ഒന്നും ഒട്ടും പിറകിലല്ല ജഗൻ. അതുകൊണ്ട് അത് വിട്ടേക്ക്. ഈ വീടിന്റെ ഉടമസ്ഥനായ താങ്കൾക്ക് മേലെ മറ്റൊരു അവകാശി കൂടി ഉണ്ടെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ഇപ്പൊ തന്നെ വീട് ഒഴിയണമെന്ന് വാശി പിടിക്കുന്ന അയാള് ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കാണിച്ചുതരാം. സാറേ, കൊള്ളാം, ബോധിച്ചു, നന്നായിട്ട് ബോധിച്ചു. എന്തി കാണിക്കുന്നേ? അച്ഛൻ സ്വന്തം മകനെ കൂലിപ്പണിയെടുത്ത് ജീവിക്കാൻ പോലും സമ്മതിക്കാത്തൊരു അച്ഛൻ. ജോലി തേടിപ്പോയ സ്ഥലങ്ങളിലെല്ലാം ജോലി കൊടുക്കരുതെന്ന് മുൻ MLA ഉത്തരവ്. ഇപ്പൊ അരപ്പട്ടിണിയാണെങ്കിലും ഒന്ന് തലചായ്ക്കാൻ കണ്ടെത്തിയ വീട് ഒഴിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. പണിക്കരെ, നടക്കില്ല. ഇദ്ദേഹം വിളിച്ചത്ര മുദ്രാവാക്യൊന്നും വിളിച്ചിട്ടില്ലെങ്കിലും കുറെയൊക്കെ ജഗനെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഒന്നും ഒഴിവാക്കാൻ നോക്കണ്ട. ജഗ, ഭാര്യയും കൊണ്ട് വീട് വിട്ടിറങ്ങാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നീ നിന്റെ ഇഷ്ടപ്രകാരം അതിന് തയ്യാറായപ്പോ ഞാൻ അതിനെ വിലക്കിയതുമില്ല. അതാണ് അച്ഛൻ ചെയ്ത തെറ്റെങ്കിൽ എന്റെ മകനോട് ഞാൻ മാപ്പ് ചോദിക്കുക. പിന്നെ നീ ജോലി തേടി നടന്ന സ്ഥാപനങ്ങൾ തോറും നടന്ന് നിനക്ക് ജോലി തരരുതെന്ന് ഞാൻ വിലക്കി എന്നതാണല്ലോ നിന്റെ ആരോപണം. ഇവിടെ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ഞാൻ ആരെയും വിലക്കിയിട്ടൊന്നുമില്ല. കരുണാകരക്കുറുപ്പെന്ന രാഷ്ട്രീയക്കാരനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. മകന്റെ അവസ്ഥ ഓർത്ത് ഉള്ളു നേറിക്കഴിഞ്ഞ കരുണാകരക്കുറുപ്പെന്ന അച്ഛനെ
നീ കണ്ടിട്ടില്ല മോനെ. പണിക്കരെ, എന്തോ ഏത് തെറ്റിനും മാപ്പ് നൽകുന്ന കോടതിയാണ് അമ്മ എന്ന് ചില എഴുത്തുകാരൊക്കെ എഴുതിയിട്ടുണ്ട്. അച്ഛനെ കുറിച്ച് അങ്ങനെ വല്ലതും എഴുതിയിട്ടുണ്ടോ? അത് പിന്നെ ഞാൻ സർവീസിലായിരുന്നോണ്ട് പുസ്തകങ്ങളൊന്നും അങ്ങനെ വായിച്ചിട്ടില്ല. കഷ്ടം. പക്ഷേ കുറുപ്പ് സാറിന്റെ ഈ രീതി കാണുമ്പോൾ ഏതൊരു തെറ്റിനും മാപ്പ് കൊടുക്കുന്ന കോടതിയാണ് സ്വന്തം അച്ഛൻ എന്നെഴുതിയാലും തെറ്റില്ലെന്ന് തോന്നുന്നു. നിങ്ങളെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് സത്യമാണ്. അത് തെരുവിലേക്കല്ല, തിരികെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. നിങ്ങൾ രണ്ടുപേരും ഇതെങ്ങോട്ടാ പോകുന്നത്?